നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കട്ടെ. ആദ്യ ചോദ്യം അവിടെ കണ്ടില്ല, ഉയർന്ന വിഭാഗത്തെ എത്ര തിരിക്കുക എന്നുള്ളതാണ്. അവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം തന്ന് ഒന്ന് നമ്മൾ എഴുതി ചേർക്കണം. സാമൂഹിക പദവിയുണ്ട്, രാഷ്ട്രീയ സ്വാധീനം എന്നുണ്ട്. ഇത് പേജ് നമ്പർ 131 ഇതിൻ്റെ ഉത്തരവുണ്ട്. അതായത് സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ അനുഭവിക്കുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. അത് അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന വിഭാഗം അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളുണ്ടാവും. ആ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യും, അവരടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, കൈമാറാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർ അടുത്ത തലമുറയിലേക്ക് കൈമാറലെന്നാണ് ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്. സാമൂഹിക പദവി, ഒന്ന് രാഷ്ട്രീയ സ്വാധീനം കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണെന്ന് ചെയ്യണം, ജീവിതാവസരങ്ങളാണ്. അവിടെ വിട്ട ഭാഗം എന്താണ്, ജീവിതാവസരങ്ങൾ. അപ്പോൾ ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം എന്നിവയാണ് എന്ത് ചെയ്യാറ്, ഉയർന്ന വിഭാഗക്കാർ എന്ത് ചെയ്യാറ്, അവർ 3 തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്, അടുത്ത തലമുറയിലേക്ക് കൈമാറാറുണ്ട്. അപ്പോൾ ഉയർന്ന വിഭാഗം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഉയർന്ന ഭാഗം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ചോദിച്ചിരിക്കുന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. മനസ്സിലായി വിചാരിക്കുന്നു. ഉയർന്ന വിഭാഗം വരും തലമുറയിലേക്ക് കൈമാറുന്ന 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ചോദ്യം. ഏതൊക്കെയാണ്? ജീവിതാവസരങ്ങൾ, സാമൂഹിക പദവി, അതുപോലെ രാഷ്ട്രീയ സ്വാധീനം. അടുത്ത ചോദ്യം നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യം, സമൂഹശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന ശാസ്ത്രശാഖ. സമൂഹശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ ഉണ്ട്, അത് രണ്ട് കൂട്ടി ചെയ്താൽ മതി. അതായത് സമൂഹ മനഃശാസ്ത്രം. എന്താണ്? സമൂഹ മനഃശാസ്ത്രം. സമൂഹശാസ്ത്രം പ്ലസ് മനഃശാസ്ത്രം, സമൂഹ മനഃശാസ്ത്രം. അങ്ങനെ പഠിച്ചു വെക്കാം. സമൂഹശാസ്ത്രം പ്ലസ് മനഃശാസ്ത്രം, സമൂഹ മനഃശാസ്ത്രം. ഓക്കെ. സമൂഹശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് സമൂഹ മനഃശാസ്ത്രം. ഇപ്പോൾ 2 എണ്ണം പഠിച്ചു നമ്മൾ. മൂന്നാമത് നോക്കിയേ, സാമൂഹിക നിയന്ത്രണം ഏതൊക്കെ രീതിയിൽ, രണ്ട് തരത്തിൽ സാമൂഹിക നിയന്ത്രണം ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നാണ്. ഒന്നാണ് കൊടുത്തിട്ടുണ്ട്, അനൗപചാരികം. അപ്പോൾ നമുക്ക് മറ്റെന്താണ്, ഔപചാരികം. അപ്പോൾ ഔപചാരിക നിയന്ത്രണമുണ്ട്, അനൗപചാരിക നിയന്ത്രണമുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചോദിച്ചെങ്കിലും നമ്മുടെ പരീക്ഷ ഒരു പക്ഷേ സാമൂഹ്യ നിയന്ത്രണം എന്നാൽ എന്ത്, ഏതൊക്കെയെന്നങ്ങനെ ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക നിയന്ത്രണം 2 തരത്തിലുണ്ട്, ഔപചാരിക നിയന്ത്രണവും അനൗപചാരിക നിയന്ത്രണവും. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒഫീഷ്യലുള്ളത് ഫോർമൽ, ഇൻഫോർമൽ എന്നൊക്കെ പറയാം നമ്മൾ. അപ്പോൾ ഇതെന്താണ്, ഔപചാരികം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഔപചാരികം എന്താണ്? കോടതി, പോലീസ്, ഇതൊക്കെ എന്താണ്, നിയമ ചട്ടക്കൂടുള്ള സാധനമാണ് എന്ത്, ഔപചാരികം. അനൗപചാരികം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫാമിലി, കൂട്ടുകെട്ട്, സുഹൃത്ത് സംഘം, ഇതൊക്കെ എന്താണ്, അനൗപചാരികമാണ്. അവിടെ കൃത്യമായ ചട്ടക്കൂട്ടുകളോ അല്ലെങ്കിൽ നിയമാവലികളോ ഒന്നും ഇല്ലാത്തതാണ് എന്ത്, അനൗപചാരികം. ഔപചാരികം എന്താണ്, കൃത്യമായ എന്താണ് ചട്ടക്കൂടുള്ളത് അല്ലെങ്കിൽ നിയമാവശങ്ങളുള്ളത്, അങ്ങനെ കൃത്യതയുള്ള കാര്യങ്ങളാണ്, അതാണ് എന്ത്, ഔപചാരികം. ഓക്കെ. അപ്പോൾ ഔപചാരിക അനൗപചാരിക നിയന്ത്രണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം ഏത് തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട് സാമൂഹ്യ നിയന്ത്രണം, ഔപചാരികവും അനൗപചാരികവും. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കിയേ, തൊഴിൽ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ദുർഖീമാണ്. എമിൽ ദുർഖീം. മുഴുവൻ പേര് പഠിച്ചു വെക്കുക, എമിൽ ദുർഖീം. ദുർഖീമാണ് എന്ത്, തൊഴിൽ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എമിൽ ദുർഖീം. ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴിൽ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എമിൽ ദുർഖീം. തൊഴിൽ വിഭജനം, എമിൽ ദുർഖീം. അങ്ങനെ പഠിച്ചു വെക്കുക, തൊഴിൽ വിഭജനം, എമിൽ ദുർഖീം. അടുത്ത് റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം എഴുതിയത് ആരാണെന്നാണ്. അത് MN ശ്രീനിവാസാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എത്തി കേട്ടോ. റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MN ശ്രീനിവാസാണ് റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം, ആഗോള താപനത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? എന്താ ആഗോളതാപനം? ആഗോളതാപനം നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് എന്ത്, ആഗോളതാപനം. ഭൂമി ചൂട് പിടിക്കുന്ന സംഭവമാണ് എന്ത്, ആഗോളതാപനം. അതിൻ്റെ കാരണം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ആഗോളതാപനത്തിൻ്റെ കാരണം. അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ആഗോളതാപനത്തിൻ്റെ കാരണം. ആഗോളതാപനം എന്താണ്? ഭൂമി ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എന്ത്, ആഗോളതാപനം. അവയെല്ലാം പേരിലുണ്ട്, ആഗോളതാപനം.
ഭൂമി എന്ത് ചെയ്യുക, ചൂട് പിടിക്കുന്ന ആ പ്രതിഭാസമാണ് ആഗോളതാപനം. അതിന് കാരണം എന്താണ്? അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ക്രമാതീതം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ് ക്രമാതീതമായി പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. ഭൂമി ചൂടുപിടിക്കുന്നതാണ് എന്ത്? ആഗോളതാപനം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ വനവൽക്കരണം ഉണ്ടല്ലോ, വനനശീകരണം, പിന്നെ വനനശീകരണം, അതുപോലെ ജനസംഖ്യാ വർധനവ്, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം, അങ്ങനെ 4-5 കാരണം എഴുതി വെക്കുക. വനനശീകരണം, ജനസംഖ്യാ വർധനവ്, അതുപോലെ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം എന്നിവയുടെ ഫലമായി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുന്ന കാരണം ഭൂമി ചൂട് പിടിക്കുന്ന ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ആഗോളതാപനം. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് എന്തിന് കാരണം? ആഗോളതാപനത്തിന് കാരണം. ഇവിടെ കാരണം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ മാത്രം എഴുതിയാൽ മതി, ഒരു മാർക്കല്ലേ ഉള്ളൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാവുന്ന ക്രമാതീതമായ വർധനവാണ് ആഗോളതാപനത്തിന് കാരണം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ആഗോളതാപനം എന്താണെന്ന് വേറെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഡീറ്റെയിലിൽ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം: വനനശീകരണം, ജനസംഖ്യാ വർധനവ്, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം എന്നിവയുടെ ഫലമായി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. തന്മൂലം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇങ്ങനെ ഭൂമി ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. 2 മാർക്ക് വെച്ച് അങ്ങനെ എഴുതാം നമുക്ക്. ഒന്നുകൂടെ പറയാം: വനനശീകരണം, ജനസംഖ്യാ വർധനവ്, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം എന്നിവയുടെ ഫലമായി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. തന്മൂലം ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇങ്ങനെ ഭൂമി ചൂട് പിടിക്കുന്ന അവസ്ഥയാണ് എന്ത്? ആഗോളതാപനം. അപ്പോൾ ആഗോളതാപനം പഠിച്ചല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം നമ്പർ 7 അവിടെ പിരമിഡ് പൂർത്തിയാക്കാനാണ്. നമ്മളെ എസ്റ്റേറ്റ് വ്യവസ്ഥൻ്റെ പിരമിഡാണ് തന്നിരിക്കുന്നത്. പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്നുള്ള ആ എസ്റ്റേറ്റ് വ്യവസ്ഥൻ്റെ പിരമിഡാണ്. അപ്പോൾ അവിടെ ചേർക്കേണ്ട ഏതാണ്? പുരോഹിതന്മാരാണ് അവിടെ ചേർക്കേണ്ടത്. പുരോഹിതന്മാർ, അതുപോലെ പ്രഭുക്കന്മാർ, സാധാരണക്കാർ. എസ്റ്റേറ്റ് വ്യവസ്ഥ പേജ് നമ്പർ 44 ചിത്രമാണ് അത് തന്നിരിക്കുന്നത്. പേജ് നമ്പർ 44 എസ്റ്റേറ്റ് വ്യവസ്ഥ പറയുന്നുണ്ട്. അതിനെ കാണിക്കുന്നതാണിത്. ഇങ്ങനെയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ കാണിക്കുക. ഏറ്റവും മുകളിൽ പുരോഹിതന്മാർ, രണ്ടാമത് പ്രഭുക്കന്മാർ, ഏറ്റവും താഴെ മൂന്നാമത് സാധാരണക്കാർ. ഇങ്ങനെ ത്രികോണം വരച്ച് എഴുതി വെക്കണം, ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. എന്താണ്? പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. ഇതാണെന്ത്? എസ്റ്റേറ്റ് വ്യവസ്ഥയിലെ പിരമിഡാണത്. എസ്റ്റേറ്റ് വ്യവസ്ഥൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. അടുത്ത ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് ആദർശ മാതൃക എന്ന ആശയം മുന്നോട്ട് വെച്ചത്? ആദർശ മാതൃക മാക്സ് വെബർ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യോളജിയിലുള്ള പ്രധാനപ്പെട്ട 3 ആളുകളുടെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? തൊഴിൽ വിഭജനമാണെങ്കിൽ എമിൽ ദുർക്കിയും, റിമെമ്പേർഡ് വില്ലേജിൻ്റെ ആരായിരുന്നു? എം എൻ ശ്രീനിവാസ്, പിന്നെ ആദർശ മാതൃക മാക്സ് വെബർ. 3 സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുടെ പേരും ഇതിലൂടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് പ്രാധാന്യം കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? തൊഴിൽ വിഭജനം എമിൽ ദുർക്കിയും, റിമെമ്പേർഡ് വില്ലേജ് എം എൻ ശ്രീനിവാസ്, അതുപോലെ ആദർശ മാതൃക എന്ന ആശയം ആരുതായിരുന്നു? മാക്സ് വെബർ. ഇപ്പോൾ നമ്മൾ 8 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരു ഭാഗമായി. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കൂ. 9ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാന്നാണ് 9ാമത്തെ ചോദ്യം. GS ഗുരെ ആണ്. അപ്പോൾ അടുത്ത ആളെ കൂടി വന്നേ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? GS ഗുരെ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? GS ഗുരെ. 10ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കവയിൽ ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ ആരാണെന്നാണ്? MN ശ്രീനിവാസ് ആണ്. അവിടെ അഗസ്റ്റ് കോംതി, സ്പെൻസർ ഒക്കെ ഉണ്ടവർക്ക് പുറമേയുള്ള ആളുകളാണ്. ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ്റെ പേര് MN ശ്രീനിവാസ് ആണ്. അപ്പോൾ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ്റെ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്? MN ശ്രീനിവാസ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? GS ഗുരെ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? GS ഗുരെ. ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? MN ശ്രീനിവാസ്. ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? MN ശ്രീനിവാസ്.
അപ്പോൾ നമ്മൾ ഈ ചോദ്യപേപ്പറിലെ 10 വൺവേഡ് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് 14 ചോദ്യം നോക്കാം. എസ്റ്റേറ്റ് വ്യവസ്ഥ വിശദീകരിക്കാനാണ് 2 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാണ്. എസ്റ്റേറ്റ് വ്യവസ്ഥ പേജ് നമ്പർ 44 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഞാൻ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ ഇവിടെ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ പാസിന് മാർക്ക് വാങ്ങിക്കാം. എന്ത് നമ്മുടെ +1 സോഷ്യോളജിയിൽ എസ്റ്റേറ്റ് വ്യവസ്ഥ നോക്കാം. 44-ാമത്തെ പേജിലാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. ഞാൻ നേരത്തെ ഒരു വൺവേഡിൽ പറഞ്ഞാണ്, പുരോഹിതന്മാർ ഓർമ്മയുണ്ടോ, പ്രഭുക്കന്മാർ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് നിന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ 44-ാമത്തെ പേജ് നമ്പറിൽ പറഞ്ഞു എന്താണ് എസ്റ്റേറ്റ് വ്യവസ്ഥ എന്ന് പറയാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. സിമ്പിളാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഫ്യൂഡലിസം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, ആ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം 3 തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം 3 തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ എന്നിങ്ങനെ എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം 3 വർണ്ണങ്ങളുണ്ടായിരുന്നു, 3 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇത്ര ഏതാണ്ടുള്ളൂ, ആകെ 2 സെൻറ്റൻസ്. ഒന്നുകൂടെ പറയാം. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക രീതിയാണ് എസ്റ്റേറ്റ്. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം സമൂഹത്തിൽ 3 തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം സമൂഹത്തിൽ 3 തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. ഇതാണ് എന്ത് എസ്റ്റേറ്റ് വ്യവസ്ഥയെക്കുറിച്ച് പറയേണ്ടത്. പേജ് നമ്പർ 44 തുടങ്ങി 45 അവസാനിക്കുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. മനസ്സിലായി വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് വ്യവസ്ഥ പ്രകാരം സമൂഹത്തിൽ 3 തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. രാഷ്ട്രീയ സമൂഹശാസ്ത്രം നിർവചിക്കാനാണ് അടുത്ത 2 മാർക്ക് ചോദ്യം. രാഷ്ട്രീയ സമൂഹശാസ്ത്രം നിർവചിക്കുക. രാഷ്ട്രീയ സമൂഹശാസ്ത്രം നിർവചിക്കുക എന്നുള്ള ചോദ്യം അടുത്തതിൽ പോവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാവരും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പഠിച്ചാൽ പാഴാവില്ല. നിങ്ങൾക്ക് പരീക്ഷ ഉള്ള ആത്മവിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാം. അത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. രാഷ്ട്രീയ സമൂഹശാസ്ത്രം നിർവചിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ സമൂഹശാസ്ത്രം 3 വരിയേ ഉള്ളൂ. പേജ് നമ്പർ 28 അത് 28 രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രമീമാംസ ഉണ്ടല്ലോ, നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയും. ഈ രാഷ്ട്രീയ മീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. മാർക്സ് വെബറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഈ രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് വെബറാണ്. ചോദ്യം രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതാണ് രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. സിമ്പിളാണ്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 തവണ കേട്ടാൽ പഠിക്കാൻ പറ്റും. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. അത്രയേ ഉള്ളൂ. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെബറാണ്. രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെബറാണ്. ഓക്കെ, മാക്സ് വെബറാണ് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ആൾ ഈ രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ ആളാരാണ്? മാക്സ് വെബറാണ് കൂടി പഠിക്കണം.
അടുത്ത ചോദ്യം നോക്കൂ, 13ാമത്തെ ചോദ്യം. രാഷ്ട്രരഹിത സമൂഹമാണ് ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രരഹിത സമൂഹം എന്നാൽ നിർവചിക്കാനാണ്. രാഷ്ട്രരഹിത സമൂഹം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കിയേ. രാഷ്ട്രരഹിത സമൂഹമാണ്. ഇത് 71ാമത്തെ പേജിലുണ്ട്. രാഷ്ട്രരഹിത സമൂഹം, പേജ് നമ്പർ 71. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ. ഇത്ര സിമ്പിളാണ്. രാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായ സമൂഹം, അതാണ് എന്ത്, രാഷ്ട്രരഹിത സമൂഹം. ആ പേരിൽ തന്നെ ഉണ്ട്, രാഷ്ട്രരഹിതം പറഞ്ഞത് ഇല്ലാത്തതെന്നുള്ളതാണല്ലോ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, രാഷ്ട്രം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ വിളിക്കുന്ന പേരാണ് രാഷ്ട്രരഹിത സമൂഹം. അത്രയേ ഉള്ളൂ. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നത്. പഠിച്ചല്ലോ, രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹം എന്ന് വിളിക്കുന്നത്. ഓക്കെ, തൊട്ട് നേരത്തെ പഠിച്ചത് എന്താണ്, മാറിപ്പോയത്, അത് രാഷ്ട്രീയ സമൂഹശാസ്ത്രം, ഇത് രാഷ്ട്രരഹിത സമൂഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 14ാം ചോദ്യം നോക്കൂ. സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 മാനങ്ങൾ ഏതാനാണ്? സംസ്കാരത്തിൻ്റെ 2 മാനങ്ങൾ, സംസ്കാരത്തിൻ്റെ 2 മാനങ്ങൾ ഏതാനാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 14ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, സംസ്കാരത്തിൻ്റെ 2 മാനങ്ങൾ. ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 മാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 86-ലാണുള്ളത്. സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഏതാനാണ്? മാനങ്ങൾ, സംസ്കാരത്തിൻ്റെ 2 മാനങ്ങൾ ഇവിടെ ചോദിച്ചു. 2 മാനങ്ങൾ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, സംസ്കാരത്തിനാകെ 3 മാനങ്ങളുള്ളത്. അതൊക്കെയാണ് ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികമാണ് എന്ത്, ഈ സംസ്കാരത്തിന് 2 മാനങ്ങൾ ചോദിച്ചപ്പോൾ 2 എഴുതിയാൽ മതി. അതൊക്കെ ജ്ഞാനാത്മകവും നൈതികവും എഴുതും. മൊത്തത്തിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇത് 4 മാർക്ക് ചോദിക്കാൻ നമ്മൾ ഡീറ്റെയിൽ എഴുതണം. അതായത് പേജ് നമ്പർ 86-ലാണുള്ളത്. സംസ്കാരത്തിന് 2 മാനങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. 3 ഉണ്ട്. ജ്ഞാനാത്മകം അറിയാമല്ലോ, നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് അർത്ഥമേകുന്നതിനെയാണ് വിളിക്കുന്നതാണെന്ത്? ജ്ഞാനാത്മകം. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു സെൽഫോണ് ബെല്ല് കേൾക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാർട്ടൂൺ തിരിച്ചറിയുന്നത്, ഇതൊക്കെ എന്താണ്? ജ്ഞാനാത്മകമാണ്. നൈതികം എന്താണ്? പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? നൈതികം. മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക, മരണാനന്തര ചടങ്ങുകൾ, ഇതൊക്കെ എന്താണ്? നൈതികമാണ്, പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. 3ാമത്തെ എന്താണ്? ഭൗതികമാണ്. ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഇത് വിളിക്കുന്നത് നമ്മൾ ഭൗതികം എന്ന് വിളിക്കുന്നു. ഉദാഹരണം, ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, ഇൻ്റർനെറ്റ് ചാറ്റിങ്, എന്താ പറയുന്നത്, അരിപ്പൊടി കൊണ്ട് കോലം ഇടുന്നത്, ഇതൊക്കെ എന്താണ്? ഭൗതികമാണ്. ഒരു വസ്തു ഉണ്ടാവും അവിടെ. മറ്റെന്താണ്? നൈതികത്തിൽ എന്താണ്? പെരുമാറ്റമാണ്. ജ്ഞാനാത്മകത്തിൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അവബോധം മനസ്സിലുണ്ടാവുക കാരണം. ഇപ്പോൾ ഒരു സെൽഫോൺ ബെല്ലടിക്കുമ്പോൾ അത് റിംഗ് ടോൺ നോക്കുമ്പോൾ നമ്മളതാണെന്നുള്ള ബോധം, അല്ലെങ്കിൽ ആ തിരിച്ചറിവ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാർട്ടൂൺ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമകളുടെ കാർട്ടൂൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ആളത് മനസ്സിലാവും. അത് നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ച് അത്ര അവബോധം ഉള്ളതുകൊണ്ടാണ്. അതാണ് ഒരു സെൽഫോൺ ബെല്ല് കേൾക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്നതും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാർട്ടൂൺ തിരിച്ചറിയുന്നതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ജ്ഞാനാത്മകത്തിൻ്റെ ഭാഗമാണ്. എന്താ നൈതികം? പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നൈതികം. ഉദാഹരണത്തിന്, മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക, പിന്നെ മരണാനന്തര ചടങ്ങുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പെരുമാറ്റങ്ങളുമായി സൂചിപ്പിക്കുന്നതാണ്, പെരുമാറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ എന്താണ്? നൈതികത്തിൽ വരും. പിന്നെ ഭൗതികം എന്താണ്? ഭൗതിക വസ്തു ഉപയോഗിച്ചുള്ളതാണ് എന്ത്? ഭൗതികം. അതിൽ ഉദാഹരണം പറഞ്ഞു, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഇൻ്റർനെറ്റ് ചാറ്റിങ്, അതൊരു വസ്തു ഉപയോഗിച്ച് ചെയ്യുന്നതാണല്ലോ. അതുപോലെ അരിപ്പൊടി കൊണ്ട് എന്ത് ചെയ്യുന്നത്? കോലമിടുന്നത്, ഇതൊക്കെ എന്താണ്? സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഈ ചോദ്യത്തിൽ 2 മാർക്കിന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പരീക്ഷയിൽ ഒരു പക്ഷേ 4 മാർക്കിന് ചോദിക്കാം. എന്ത്? സംസ്കാരത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണ്, എഴുതാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു. ഞാൻ സംസ്കാരത്തിൻ്റെ മാനങ്ങൾ 3ആയി തിരിക്കാം.
ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. സംസ്കാരത്തിൻ്റെ മാനങ്ങളെ മൂന്നായി തിരിക്കാം: ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പേജ് നമ്പർ 86 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കൂ. വിപ്ലവകരമായ മാറ്റത്തിൻ്റെ ഒരു ലഘു വിവരണം തയ്യാറാക്കാനാണ്. വിപ്ലവകരമായ മാറ്റം എന്നാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. വിപ്ലവകരമായ മാറ്റത്തിൻ്റെ ഒരു ലഘു വിവരണം. വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് നോക്കാം. വിപ്ലവകരമായ മാറ്റം ഇവിടെ 2 മാർക്കിനാകുമ്പോൾ അത്ര എഴുതിയാൽ മതി. നമ്മൾ മാർക്ക് നോക്കിയാൽ ഇത്ര എഴുതണം കേട്ടോ. വിപ്ലവകരമായ മാറ്റത്തിന് ഒരു ലഘു വിവരണം ചോദിച്ചപ്പോൾ 145 പേജിലുണ്ടത്. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റം. പെട്ടെന്ന് മാറ്റമാണ് വിപ്ലവകരമായ മാറ്റം. ഓക്കെ. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങളെ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി, പരിണാമ മാറ്റം മെല്ലെ മെല്ലെ ഉണ്ടാവുക. ഇവിടെ എന്താണ്? അതിന് വിപരീതമായിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങളെ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നു. പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. വിപ്ലവകാരികൾ ഭരണം അട്ടിമറിക്കുകയും ഭരണകർത്താക്കളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് സമുദായത്തിലെ അധികാരഘടനയിൽ വളരെ പെട്ടെന്ന് മാറ്റം വരുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവമൊക്കെ അതിന് ഉദാഹരണമാണ്. വ്യാവസായിക വിപ്ലവം, അതുപോലെ ഹരിത വിപ്ലവമൊക്കെ ഇതിന് ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഹരിത വിപ്ലവം, വ്യവസായ വിപ്ലവമൊക്കെ എന്താണ്? ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താ വിപ്ലവകരമായ മാറ്റം? പെട്ടെന്നും വേഗത്തിലും സംഭവിക്കുന്ന മാറ്റം. അങ്ങനെ ഓർത്ത് വെക്കുക. പെട്ടെന്നും വേഗത്തിലും സംഭവിക്കുന്ന മാറ്റമാണ് എന്ത്? വിപ്ലവകരമായ മാറ്റം. പറയുന്നുണ്ട്, പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഉദാഹരണം കൊടുക്കുക: ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, വ്യവസായ വിപ്ലവം എന്നൊക്കെ കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് വിപ്ലവകരമായ മാറ്റം പേജ് നമ്പർ 145. അടുത്ത നോക്കൂ. 2 മാർക്കിനാകുമ്പോൾ 3-4 വരി എഴുതിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ആധിപത്യം എന്ന പദം നിർവചിക്കാനാണ്. ആധിപത്യം എന്ന പദം നിർവചിക്കാനാണ്. ആധിപത്യം എന്ന പദം നിർവചിക്കാനാണ് 151 പേജിൽ ഉത്തരവുണ്ട്. ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം. എന്താണ്? ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം എന്ന് പറയുന്നത്. അതാണ് നിർവചനം. ആധിപത്യ നിർവചനം എന്താണ്? സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണെന്ത്? ആധിപത്യം. ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണെന്ത്? ആധിപത്യം. സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം. ആധിപത്യം എന്നാൽ എന്താണ്? ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ആധിപത്യം എന്താണ്? ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണെന്ത്? ആധിപത്യം. ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം. ഇപ്പോൾ ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗ്രൂപ്പോ സ്ഥിരമായി അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ അവിടെ എന്തുണ്ടാവാറുണ്ട്? ആധിപത്യം ഉണ്ടാവാറുണ്ട്. ആരും ചോദ്യം ചെയ്യില്ല. അപ്പോൾ ചോദ്യം ചെയ്യാത്ത നിയമമാണെന്ത്? അധികാരമാണെന്ത്? ആധിപത്യം. ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണെന്ത്? ആധിപത്യം. ഇവിടെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗ്രൂപ്പോ സ്ഥിരമായി അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ അവിടെ എന്തുണ്ടാവാറുണ്ട്? ആധിപത്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ. നമ്മൾ പറയില്ല, ആധിപത്യമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആധിപത്യമുള്ള സ്ഥാപനങ്ങൾ, ആധിപത്യമുള്ള ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയാറുണ്ട്. ഇവർക്കൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് സമൂഹത്തിൽ. കാരണം അവർക്ക് എന്തുണ്ട്? അവരെന്താ ചെയ്യുന്നത്? അവർ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. ആധിപത്യം എന്നാൽ എന്താ നമ്മുടെ ചോദ്യം? ചോദ്യം എന്താണ്? ആധിപത്യം എന്നാൽ എന്താ ചോദ്യം? ചോദ്യം നമ്പർ 16 നമ്മൾ പറഞ്ഞു. എന്താ ആധിപത്യം? സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആധിപത്യം. സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണെന്ത്? ആധിപത്യം. അടുത്ത നോക്കൂ. വർഗസംഘടനത്തെക്കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കാനാണ്. വർഗസംഘടനത്തെക്കുറിച്ച് ലഘുവിവരണം. വർഗസംഘടനം 190 പേജിലുണ്ട്. വർഗസംഘടനത്തെക്കുറിച്ചുള്ള വർഗസംഘടന നോക്കൂ. 190 വർഗസംഘടന ലോകത്തെ മുന്നിൽ അവതരിപ്പിച്ച് കാൾ മാർക്സ് ആണ്. അപ്പോൾ അത് പഠിക്കണം. വർഗസംഘടന ആരുടെ ആശയമാണ്? കാറൽ മാർക്സ് ആണ്. ഓക്കെ. കാൾ മാർക്സിൻ്റെ കാൾ മാർക്സ് ആണ് എന്ത്? വർഗസംഘടന എന്താണ്? കാൾ മാർക്സ് പഠിച്ചേക്കണേ. വർഗസംഘടനം, കാൾ മാർക്സ്. വർഗസംഘടന എനിക്ക് ചോദിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 190 വർഗസംഘടന എന്ന ആശയം അവതരിപ്പിച്ച ആരാണ്? കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ആണ് എന്ത്? വർഗസംഘടന എന്ന ആശയം അവതരിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. ജനങ്ങളെ വർഗീകരിച്ചത് ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങളെ വർഗീകരിച്ചത് ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലായിരുന്നു.
ഉൽപാദന പ്രക്രിയയിൽ ഒരേ പദവിയിൽ ആയിരിക്കുന്നവരെ ഒരു വർഗമായി അദ്ദേഹം പരിഗണിച്ചു. അവർ ഒരേ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്നു. ഉൽപാദന സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? സംഘർഷം വളരുന്നു. ഇതാണ് എന്ത്? വർഗസംഘടനം. മനസ്സിലായല്ലോ? വർഗസംഘടന എന്ന ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. ആദ്യത്തെ പോയിന്റ് അതാണ് എഴുതേണ്ടത്. വർഗസംഘടന എന്ന ആശയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ജനങ്ങളെ വർഗീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉൽപാദന പ്രക്രിയകളുടെ അടിസ്ഥാനത്തിലാണ് കാൾ മാർക്സ് ജനങ്ങളെ വർഗീകരിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, കാൾ മാർക്സ് ജനങ്ങളെ വർഗീകരിച്ചത് ഉൽപാദന പ്രക്രിയകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഉൽപാദന പ്രക്രിയയിൽ ഒരേ പദവിയിലായിരിക്കുന്നവരെ ഒരു വർഗമായി അദ്ദേഹം പരിഗണിച്ചു. അവർ ഒരേ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കും. ഇങ്ങനെ ഉൽപാദന സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷമാണെന്ത്? വർഗസംഘടനം. മനസ്സിലായല്ലോ? ഉൽപാദന സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിൽ സംഘർഷം വളരുന്നു. ഇതാണെന്ത്? വർഗസംഘടനം. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിക്കണം. അടുത്ത ചോദ്യം നോക്കൂ, 19ാം ചോദ്യം. ക്ഷേമരാഷ്ട്രം എന്ന ആശയമാണ്. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെക്കുറിച്ച് എഴുതാനാണ്. ക്ഷേമരാഷ്ട്രം, ക്ഷേമം എന്താ അറിയില്ലേ? ക്ഷേമം ക്ഷാമം മാറിപ്പോയത്, ഇവിടെ ക്ഷേമമാണ്. ക്ഷേമരാഷ്ട്രം, ക്ഷേമരാഷ്ട്രം എന്ന ആശയം വിശദീകരിക്കാനാണ്. 2 മാർക്ക് നമ്പർ അരിയിൽ എഴുതിയാൽ മതി. ക്ഷേമരാഷ്ട്രം പേജ് നമ്പർ 213 ക്ഷേമരാഷ്ട്രം 213. ഓക്കെ, ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കാം. ക്ഷേമരാഷ്ട്രം ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്. ക്ഷേമരാഷ്ട്രം ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്. പിന്നെ ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ, പൊതു സ്വകാര്യ സംരംഭങ്ങളും നിക്ഷേപങ്ങളും ക്ഷേമരാഷ്ട്രത്തിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. മിശ്ര സമ്പദ് വ്യവസ്ഥ, പൊതു സ്വകാര്യ സംരംഭങ്ങളും നിക്ഷേപങ്ങളും ക്ഷേമരാഷ്ട്രത്തിൽ ഉണ്ടാകണം. പേജ് നമ്പർ 213 എന്ത്? ക്ഷേമരാഷ്ട്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകതകളും അതിലുണ്ട്. നോക്കി മനസ്സിലാക്കണേ. ക്ഷേമരാഷ്ട്രം ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്. സമൂഹത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്കായി ഗണ്യമായ അധികാരം ഉപയോഗിച്ച് സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. അങ്ങനെ പറയണം. സമൂഹത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്കായി അധികാരം ഉപയോഗിച്ച് സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. അങ്ങനെ നമുക്ക് നിർവചനം കൊടുക്കാം. ഒന്നുകൊണ്ട് നോക്കൂ. സമൂഹത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്ക് ആവശ്യമായ അധികാരം ഉപയോഗിച്ച് സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ കേൾക്കൂ. സമൂഹത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്ക് ഗണ്യമായ അധികാരങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണത്. പേജ് നമ്പർ 213 അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ. അടുത്ത ചോദ്യം നോക്കി, 20ാമത്തെ ചോദ്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകണം. 6 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പദവിക്കൂട്ടം. ഇന്ന് വരെയുള്ള എല്ലാ പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പദവിക്കൂട്ടം പേജ് നമ്പർ 48 പദവിക്കൂട്ടം താരതമ്യം ചെയ്യാനാണ്. പദവിക്കൂട്ടം താരതമ്യം ചെയ്യാനാണ്. പേജ് നമ്പർ 48 പദവിക്കൂട്ടം. എന്താ പദവിക്കൂട്ടമൊക്കെ നോക്കാം. പദവിക്കൂട്ടം തമ്മിൽ വ്യത്യാസം എന്താ? പദവി നോക്കാം. പറയില്ലേ, ഓരോ സമൂഹത്തിലും ഓരോ സംഘത്തിലും അനേകം പദവികളുണ്ട്. ഓരോ വ്യക്തി അദ്ദേഹത്തിലുള്ള ഒരു പദവികൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ മകൻ, വിദ്യാർത്ഥി, അധ്യാപകൻ, ഭർത്താവ്, അതൊക്കെ പദവിയാണ്. ഓരോ പദവിക്കും വ്യക്തമായി നിർവചിക്കപ്പെട്ട അവകാശങ്ങളും കടമകളും ഉണ്ട്. അപ്പോൾ ആദ്യം പദവി എന്താണെന്ന് പഠിക്കണം. എന്താ പദവി? ഒരു സാമൂഹിക പദവിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. പദവികൾ വഹിക്കാനുള്ളതും പങ്ക് നിർവഹിക്കാനുള്ളതാണ്. ശ്രദ്ധിക്കണേ, പദവികൾ വഹിക്കാനുള്ളതും എന്നാൽ പങ്ക് നിർവഹിക്കാനുള്ളതാണ്. പദവി എന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട പങ്കാണ്. പദവി എന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട പങ്കാണ്. അപ്പോൾ പദവിയും പങ്കും എന്താണെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നത്. പദവിയും പങ്കും എന്താണെന്നാണ് നോക്കാം. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണ് പദവി. പഠിച്ചല്ലോ, എന്താ പദവി? ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണ് പദവി. പദവി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് എഴുതിച്ച് പഠിക്കണം. എന്താ പദവി? എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണ് പദവി. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണ് പദവി.
ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണെന്ത്? പദവി. അപ്പോൾ സമൂഹത്തിലോ സംഘത്തിലോ നൽകിയിരിക്കുന്ന ഒരു സ്ഥാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പദവി. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പദവി. അപ്പോൾ പദവി പഠിച്ചു. ഇനി പദവി കൂട്ടം എന്താണെന്ന് നോക്കാം. ഓരോ വ്യക്തിയും വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പദവിക്കൂട്ടം. വ്യത്യസ്ത പദവികൾ വഹിക്കുമ്പോൾ എന്തായി? പദവിക്കൂട്ടായി. ഇപ്പോൾ നമ്മൾ ഓരോ വീട്ടിലൊരു ഒരു ഇതായിരിക്കാം, അതിൽ പുറത്തങ്ങനെ വ്യത്യസ്ത മേഖല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പദവികൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വിളിക്കുന്ന പേരാണ് പദവിക്കൂട്ടം. ഓക്കെ. എന്താണ് ഇപ്പോൾ ഒരാൾ, അയാൾ ഒരു ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കാം, വേറെ ഇതിൻ്റെ എന്ത് ചെയ്യുന്ന സെക്രട്ടറി ആയിരിക്കാം, അയാൾ വേറെ ഇതിൻ്റെ അങ്ങനെ ഓരോ ഇതിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അയാൾ എന്താ ഒരുപാട് പദവി വഹിക്കുന്നുണ്ട്. അപ്പോൾ പദവികളുടെ കൂട്ടം മനസ്സിലായല്ലോ. എന്താണ്? വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതാണ് എന്ത്? പദവിക്കൂട്ടം. വ്യത്യസ്ത പദവി വഹിക്കുന്നതാണ് പദവിക്കൂട്ടം. നേരത്തെ എന്താ പറഞ്ഞ? പദവിയാണ്. ഒരു വ്യക്തി ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനമാണെന്ത്? പദവി. അപ്പോൾ വ്യത്യസ്ത സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ എന്തായി? അത് പദവിക്കൂട്ടമായി. ക്ലിയർ ആയല്ലോ. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനത്ത് വിളിക്കുന്ന പേരാണ് പദവി. എന്നാൽ പദവിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വ്യത്യസ്ത പദവികൾ വഹിക്കുന്നു, അതാണെന്ത്? പദവിക്കൂട്ടം. ഓക്കെ. ഒരു സ്ഥാനം വഹിക്കുമ്പോൾ അത് പദവിയും, വ്യത്യസ്ത സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ എന്തായി? അത് പദവിക്കൂട്ടമായി. വ്യത്യസ്ത പദവികൾ വഹിക്കുമ്പോൾ എന്തായത്? പദവിക്കൂട്ടമായി. പദവികളുടെ കൂട്ടം, പദവിക്കൂട്ടം. ഓക്കെ. അങ്ങനെ ഓർത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. പേജ് നമ്പർ 48, 49 പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിൽ നിന്ന് പോകുന്നു. ആധുനിക രാഷ്ട്രത്തിൻ്റെ 3 സവിശേഷതകൾ. ആധുനിക രാഷ്ട്രത്തിൻ്റെ 3 സവിശേഷതകൾ. ഓക്കെ. ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ. ആധുനിക രാഷ്ട്രത്തിൻ്റെ 3 സവിശേഷതകൾ. ടെക്സ്റ്റ് ബുക്ക് 71 അങ്ങനെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് 71 അല്ലേ, പേജ് നമ്പർ 71 അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളായി കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് പഠിക്കുക. പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? പരമാധികാരം, പൗരത്വം, ദേശീയത. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളെ പഠിക്കുന്നത്. പ്രത്യേകതകൾ ഏതൊക്കെയാണ്? പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത. ഇതാണെന്ത്? ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. പഠിച്ചല്ലോ. എന്ന ചോദ്യം എന്താണ്? ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ്. പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത. നേരത്തെ പഠിച്ച ചോദ്യം തീരും. പദവിയും പദവിക്കൂട്ടം. സമം കൊടുക്കുന്ന സ്ഥാനത്ത് വിളിക്കുന്ന പേരാണ് പദവി. അത് വ്യത്യസ്തമായ പദവികൾ വഹിക്കുമ്പോൾ എന്തായത്? അതെന്തായി? പദവിക്കൂട്ടമായി. അത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം എന്താ? അത് പേജ് 48. ഇപ്പോൾ പഠിക്കുന്നത് എന്താണ്? ആധുനിക രാഷ്ട്രത്തിൻ്റെ 3 സവിശേഷതകളാണ്. പേജ് നമ്പർ 71 പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത. ആധുനിക രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ. പരമാധികാരം, പൗരത്വം, ദേശീയത. പരമാധികാരം, പൗരത്വം, ദേശീയത എന്ത്? ആധുനിക രാഷ്ട്രത്തിന് എന്താണ് പ്രത്യേകതകൾ? പഠിച്ചല്ലോ. പരമാധികാരം, പൗരത്വം, ദേശീയത. അടുത്ത ചോദ്യം നോക്കൂ. 22ാം ചോദ്യം നോക്കേ. സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നമ്മൾ ഈ പദവിയെ പോലെ തന്നെ ചോദിക്കുന്നതാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗ്യ ചോദ്യോത്തരങ്ങളാണ്. പഠിച്ചാലേ പാഴാവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ ചോദ്യം 22ാം ചോദ്യമാണ്. സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠതയെയും ആത്മനിഷ്ഠതയെയും വേർതിരിക്കാനാണ്. വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എന്ത് ചെയ്യണം? വേർതിരിക്കാനാണ്. പേജ് നമ്പർ 107 വസ്തുനിഷ്ഠത, ആത്മനിഷ്ഠത. പേജ് നമ്പർ 107 എന്താ വസ്തുനിഷ്ഠത നോക്കാം, എന്താ ആത്മനിഷ്ഠത നോക്കാം. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനമാണ് എന്ത്? വസ്തുനിഷ്ഠത. കൃത്യമായിരിക്കും. അതിന് മുൻവിധി ഉണ്ടാവില്ല, അത് നിഷ്പക്ഷം ഉണ്ടാവില്ല. വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനത്തിൽ വിളിക്കുന്ന പേരാണ് വസ്തുനിഷ്ഠത. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വേർഡാണ് വസ്തുനിഷ്ഠിത. വസ്തുനിഷ്ഠ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വേർഡാണ്. അത് കൃത്യത ആയിരിക്കും, കൃത്യമായിട്ട്. അതിന് യാതൊരു മുൻവിധികളും ഉണ്ടാവില്ല. അത് അത്രയേ ഉള്ളൂ. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനമാണെന്ത്? വസ്തുനിഷ്ഠത. പഠിച്ചല്ലോ. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി ഒരു സമീപനത്തെയാണ് വിളിക്കുന്ന പേരാണെന്ത്? വസ്തുനിഷ്ഠത. എല്ലാ ശാസ്ത്രങ്ങളും വസ്തുനിഷ്ഠിതമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വസ്തുനിഷ്ഠ പഠിച്ചല്ലോ. ഇനി പഠിക്കണം എന്താണ്? ആത്മനിഷ്ഠ പഠിക്കണം. ആത്മനിഷ്ഠത. അപ്പോൾ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയ്ക്ക് എതിരായി വരുന്നത് പേജ് നമ്പർ 107 ഇമ്പോർട്ടൻ്റ് ആണ്. വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠത എന്താണ്? പേജ് 107 അത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണേ. നമ്മൾ ആത്മനിഷ്ഠ പറയാണ്. ഇതിൽ നിന്ന് നേരെ വിപരീതമാണ് എന്ത്? ആത്മനിഷ്ഠത. അതായത് മുൻവിധികളുടെയും
നിഷ്പക്ഷമല്ലാതെയും വസ്തുക്കളെ അടിസ്ഥാനമാക്കിയല്ലാതെയുള്ള സമീപനമാണ് എന്ത് ആത്മനിഷ്ഠത. ഓക്കെ, അപ്പോൾ വസ്തുനിഷ്ഠത പഠിച്ചു കഴിഞ്ഞാൽ മറ്റു എഴുതാൻ പറ്റും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മതി, ഇതിൽ നിന്ന് മാറ്റം വരുത്തി എഴുതിയാൽ മതി. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനമാണെന്ത് വസ്തുനിഷ്ഠത. അപ്പോൾ മുൻവിധികളോടെ അങ്ങനെ ആക്കിയിട്ട് അത് നേരെ എന്ത് ചെയ്യുക, തിരിച്ചെഴുതിയാൽ എന്തായി നമുക്ക് വസ്തുനിഷ്ഠ എഴുതാൻ ആത്മനിഷ്ഠ എഴുതാൻ പറ്റും. അപ്പോൾ വസ്തുനിഷ്ഠ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ആത്മനിഷ്ഠ എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പേജ് നമ്പർ 71 നമ്മൾ പറഞ്ഞത്, അല്ല പേജ് നമ്പർ 107 നമ്മൾ വസ്തുനിഷ്ഠ ആത്മനിഷ്ഠയും പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാം പേജ് 23 ചോദ്യം നോക്കൂ. സംഘർഷവും സഹകരണവും 137 പേജിൽ സംഘർഷവും സഹകരണവും. എന്താണ് സംഘർഷം, എന്താണ് സഹകരണം? സംഘർഷവും സഹകരണവും എഴുതാനെ കുറിച്ചിട്ടുള്ളതാണ്. സംഘർഷവും സഹകരണവും. സംഘർഷം എന്ന പദം അർത്ഥമാക്കുന്നത് താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. സംഘർഷം വ്യത്യസ്ത താല്പര്യങ്ങളുടെ സംഘടനമാണെന്ന് പരാമർശിക്കപ്പെടുന്നു. സംഘർഷം എന്താണ്, അതുപോലെ എന്താണ് സഹകരണം എന്താണെന്ന് എഴുതാനാണ് പേജ് നമ്പർ 137. സംഘർഷവും സഹകരണവും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണേ. സംഘർഷവും സഹകരണവും ഇമ്പോർട്ടൻ്റ് ആണ്. സംഘർഷവും സഹകരണവും. അടുത്ത നോക്കാം. സാമൂഹിക മാറ്റങ്ങൾ കാരണങ്ങൾ എഴുതാനാണ്. പാരിസ്ഥിതികം, സാങ്കേതികം, ഇങ്ങനെ 3 ഡാഷ് ഉണ്ട്, അവിടെ ഫില്ല് ചെയ്യാനാണ്. സാമ്പത്തികം, രാഷ്ട്രീയം. ഓക്കെ, സാമ്പത്തികം രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫില്ല് ചെയ്താനുണ്ട്. സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചുള്ളതാണ്. എങ്ങനെയൊക്കെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവുക? പാരിസ്ഥിതിക മാറ്റങ്ങളുണ്ടാവും, സാങ്കേതിക മാറ്റങ്ങളുണ്ടാവും, സാമ്പത്തിക മാറ്റങ്ങളുണ്ടാവും, രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാവും, സാംസ്കാരിക മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെ സാമൂഹിക മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ 5 കൊടുത്തിട്ടുണ്ട് അവിടെ. പാരിസ്ഥിതികം, സാങ്കേതികം, സാമ്പത്തികം, രാഷ്ട്രീയം, സാംസ്കാരികം. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തനങ്ങൾ എഴുതാനാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തനങ്ങൾ. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തനങ്ങൾ എഴുതാനാണ്. പരിവർത്തന തത്വങ്ങൾ. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തന തത്വങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശ്രുതി, സ്മൃതി, അനുഭവം എന്നിവയാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ അംഗീകരിച്ചിരിക്കുന്ന 3 പരിവർത്തന തത്വങ്ങളാണ്. അത് മുഖർജിയാണ് എൻ്റെ ആൾ. ഓക്കെ, ദുർജതി പ്രസാദ് മുഖർജിയാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഈ തത്വങ്ങളെ കുറിച്ചിട്ട് പങ്കുവച്ച ആളുടെ പേര് മുഖർജിയാണ്. പേജ് നമ്പർ 211. ചോദ്യം എന്താണ്? ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തന തത്വങ്ങൾ ഏതൊക്കെയാണ്? ശ്രുതി, സ്മൃതി, അനുഭവം എന്നിവയാണ് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള 3 പരിവർത്തന തത്വങ്ങളെന്ന് മുഖർജി കരുതുന്നു. അനുഭവം എന്നാൽ വ്യക്തിപരമായ അനുഭവമാണെന്നാണ്. ഇത് വിപ്ലവകരമായ തത്വമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യക്തിപരമായ അനുഭവം കൂട്ടായ അനുഭവമായി മാറുന്നു. അതായത് അനുഭവം അഥവാ കൂട്ടായ അനുഭവം ഇന്ത്യൻ സമൂഹത്തിലെ മാറ്റത്തിലെ പ്രധാന തത്വമായി തീരുന്നു. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് എഴുതണം. ഇതിനെ കുറിച്ചിട്ട് ശ്രുതിനെ കുറിച്ചിട്ടും സ്മൃതിനെ കുറിച്ചിട്ടും അനുഭവത്തെ കുറിച്ചിട്ടും നമ്മൾ എഴുതണം. പേജ് നമ്പർ 211 നോട്ട് തയ്യാറാക്കി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 211 ആണ് എന്തുള്ളത്? ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തന തത്വങ്ങൾ. ഓക്കെ, നോട്ട് തയ്യാറാക്കി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ചോദ്യം നോക്കൂ. വൈവാഹിക ബന്ധുത്വം, രക്തബന്ധുത്വം. വൈവാഹിക ബന്ധുത്വം, രക്തബന്ധുത്വം 66 പേജിൽ. വൈവാഹിക ബന്ധുത്വം, രക്തബന്ധുത്വം. വിവാഹത്തിലൂടെ ലഭിക്കുന്ന ബന്ധമാണെന്ത്? വൈവാഹിക ബന്ധം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിവാഹത്തിലൂടെ ലഭിക്കുന്ന ബന്ധം വൈവാഹിക ബന്ധം. മകൻ, മരുമകൾ, പറയില്ല, ഭാര്യ, മരുമകൻ, ആക്കണെന്ത്? വിവാഹത്തിലൂടെ ലഭിക്കുന്ന ബന്ധുത്വമാണെന്ത്? വൈവാഹിക ബന്ധുത്വം. പേജ് നമ്പർ 66. വിവാഹത്തിലൂടെ ലഭിക്കുന്ന ബന്ധുത്വം വൈവാഹിക ബന്ധുത്വം. അതാ, വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. ഭർത്താവ്, ഭാര്യ, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും, മരുമകൾ, മരുമകൻ, ഇതൊക്കെ എന്താണ്? വൈവാഹിക ബന്ധുത്വമാണ്. വൈവാഹിക ബന്ധുത്വം അതാണ്. ഭാര്യയും ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ അച്ഛന് അമ്മയും മരുമകൾ, മരുമകനും, ഇതൊക്കെ എന്താണ്? വൈവാഹിക ബന്ധുത്വത്തിന് ഉദാഹരണങ്ങളാണ്. അത് ചെയ്യണം. എന്താ വൈവാഹിക ബന്ധുത്വം? വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. ഉദാഹരണം ഭർത്താവും ഭാര്യയും, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും, മരുമകളും മരുമകനും. അപ്പം ഈ രക്തബന്ധം എന്ന് നോക്കാം. എന്താ രക്തബന്ധം? രക്തബന്ധം വഴിയോ പൊതു പൂർവികത്വം വഴിയോ, അതായത് പാരമ്പര്യം അത് വഴിയോ ഉണ്ടാകുന്ന ബന്ധുത്വമാണെന്ത് നമ്മൾ പറയുന്നത്. അതിന് വേറെ പേരുണ്ട് ഇവിടെ, സങ്കോത്ര ബന്ധുത്വം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉദാഹരണം പിതാവ് പുത്രന്, പിതാവിൻ്റെ സഹോദരന്, സഹോദരി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണെന്ത്? രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണെന്ത്? അങ്ങനെ ഷോർട്ടാക്കി പഠിക്കാം നമുക്ക്. രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ്
എന്താണ് ഈ അതിന് ഉദാഹരണം പിതാവ് പുത്രന്, അതുപോലെ പിതാവിൻ്റെ സഹോദരൻ. ആ പേര് തന്നെ ഉണ്ട് രക്തബന്ധം എന്ന്. രക്തബന്ധം വഴിയോ എന്താണ് പാരമ്പര്യം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് എന്ത് ഇത് രക്തബന്ധം. അതിന് വേറെ പേരുണ്ട് സങ്കോത്ര ബന്ധുത്വം. എന്താ സങ്കോത്ര ബന്ധുത്വം അഥവാ രക്തബന്ധം? രക്തബന്ധം വഴിയോ പാരമ്പര്യം വഴിയോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൊതു പൂർവികത്വം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് സങ്കോത്ര ബന്ധുത്വം അഥവാ രക്തബന്ധം. ഉദാഹരണം പിതാവ് പുത്രൻ, പിതാവിൻ്റെ സഹോദരൻ, പിതാവിൻ്റെ സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് നമ്പർ 66 അടുത്ത ചോദ്യത്തിൽ പോകുന്നു. പേജ് നമ്പർ 90 ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സാംസ്കാരിക ചലനമാന്ദ്യം. സാംസ്കാരിക ചലനമാന്ദ്യത്തെക്കുറിച്ച് ചോദ്യം. സാംസ്കാരിക ചലനമാന്ദ്യം ഉപസംസ്കാരം എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമുണ്ട്. പേജ് നമ്പർ 90 ഉത്തരം. സാംസ്കാരിക മാന്ദ്യം, സാംസ്കാരിക ചലനമാന്ദ്യം, അതോടൊപ്പം ഉപസംസ്കാരം, സാംസ്കാരിക ചലനമാന്ദ്യം, ഉപസംസ്കാരം ഒക്കെ ഉണ്ട്. പേജ് നമ്പർ 90 ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം, ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ. അപ്പോൾ സാംസ്കാരിക ചലനമാന്ദ്യം അതുപോലെ ഉപസംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ വീഡിയോ ഒക്കെ വളരെ ലെങ്ത് വളരെ കൂടിപ്പോയി നമ്മൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ബാക്കി ചെയ്യാം. ഇവിടെ 2-3 ചോദ്യം നമ്മൾ വിട്ടിട്ടുണ്ട്, അതുൾപ്പെടെ എസ് ഉൾപ്പെടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ ദീർഘസമയം ആയതുകൊണ്ടാണ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, എസ് ഉൾപ്പെടെ ഇവിടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.